ഹായ്. BNSSന്റെ അറസ്റ്റ് ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്ന മൊഡ്യൂളാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ്സുകളൊക്കെ ആരെങ്കിലും വാച്ച് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ പ്ലീസ് വാച്ച്. ആൻഡ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 55 മുതലാണ്. BNSSന്റെ സെക്ഷൻ 55 മുതലാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സെക്ഷൻ 55 പറയുന്നത് പ്രൊസീജിയർ വെൻ പോലീസ് ഓഫീസർ ഡെപ്യൂട്ട്സ് സബോർഡിനേറ്റ് ടു അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട് എന്നാണ്. അതായത് പോലീസ് ഓഫീസർ അയാൾ അറസ്റ്റ് ചെയ്തതിന് പകരം അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം അയാളെ സബോർഡിനേറ്റിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ സബോർഡിനേറ്റ് വാറണ്ട് ഇല്ലാണ്ട് ഒരു കേസിന്റെ അകത്ത് അറസ്റ്റ് ചെയ്യുമ്പം അതുമായി ബന്ധപ്പെട്ട് ഫോളോ ചെയ്യേണ്ടുന്ന പ്രൊസീജിയർ ഒക്കെയാണ് ഈ സെക്ഷൻ 55 പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ സാഹചര്യം എന്ന് പറഞ്ഞാൽ വാറണ്ട് ഇല്ലാണ്ട് ഒരാൾ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആള് അയാളുടെ സബോർഡിനേറ്റിനെയാണ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നത്. അപ്പം പാലിക്കുന്ന പ്രൊസീജിയറുകൾ ഇതാണ് സെക്ഷൻ 55 പറയുന്നത്. അപ്പൊ സബ്സെക്ഷൻ 1 നോക്കാം. വെൻ എനി ഓഫീസർ ഇൻചാർജ് ഓഫ് എ പോലീസ് സ്റ്റേഷൻ, ഒരു പോലീസ് സ്റ്റേഷന്റെ ഇൻചാർജ് ഉള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ SHO, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആണ് പോലീസ് സ്റ്റേഷന്റെ ഇൻചാർജ് ഉള്ള ആള്. അദ്ദേഹമോ അല്ല എന്നുണ്ടെങ്കിൽ BNSSന്റെ ചാപ്റ്റർ 13 പറയുന്നത് പ്രകാരമുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആളോ ഇതിൽ രണ്ടിൽ ആരെങ്കിലും ഒരാള് ഇഫ് ദേ റിക്വയർസ് എനി ഓഫീസർ സബോർഡിനേറ്റ് ടു ഹിം, ഇവര് ഒന്നുകിൽ ഒരു SHO അല്ലെങ്കിൽ ഒരു കേസ് അന്വേഷിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, അവർക്ക് ആവശ്യമെങ്കിൽ അവരുടെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറോട് ഒരു റിക്വയർമെന്റ് വെക്കാം. എന്താണ് അവിടെ റിക്വയർമെന്റ്? ടു അറസ്റ്റ് സമ്മൺ വിത്തൗട്ട് എ വാറന്റ് ആൻഡ് നോട്ട് ഇൻ ഹിസ് പ്രസൻസ് എന്നുള്ളതാണ്. അതായത് വാറന്റ് ഇല്ല, പക്ഷെ ഒരാൾ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം, അത്തരത്തിലൊരു ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഡ്യൂട്ടി ഒരു പോലീസ് ഓഫീസർക്ക്, അതായത് അയാൾ സ്റ്റേഷന്റെ ചാർജുള്ള പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആയിട്ടുള്ള ആൾക്ക് അയാളുടെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് അത്തരത്തിലൊരു ആവശ്യം പറയാം എന്നാണ് ഇവിടെ പറയുന്നത്. അവിടെ അറസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, പക്ഷെ വാറണ്ട് ഇല്ലാണ്ടാണ് അറസ്റ്റ് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. പിന്നെ ഈ ഉദ്യോഗസ്ഥന്റെ, അതായത് ഈ SHOയുടെ അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ പ്രസൻസിലല്ല അത്തരത്തിൽ അറസ്റ്റ് മേക്ക് ചെയ്യേണ്ടത് എന്നും കൂടെ പറയുന്നു. ആൻഡ് അത്തരത്തിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ SHO അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആയിട്ടുള്ള ആൾ എന്തും കൂടെ ചെയ്യണം. ഹി ഷാൾ ഗിവ് എ റിട്ടേൺ ഓർഡർ ടു ദ സബോർഡിനേറ്റ്. ആരാണ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ആ സബോർഡിനേറ്റിന് ഒരു റിട്ടേൺ ഓർഡറും കൂടെ കൊടുക്കണം, സ്പെസിഫൈങ് ദ പേഴ്സൺ ടു ബി അറസ്റ്റഡ് ആൻഡ് ദ ഒഫൻസ് ഓർ അതർ കോസ് ഓഫ് ദി അറസ്റ്റ്. അപ്പൊ ആരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്, ആ പ്രതിയുടെ പേര് അല്ലെങ്കിൽ അയാളുടെ വിവരങ്ങള്, അതുപോലെ എന്തിനാണ് അറസ്റ്റ് ചെയ്യേണ്ടത്, അയാൾ ഏത് കേസിലാണ് പ്രതി, അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ടാണ് അയാൾ അറസ്റ്റ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള വിവരങ്ങൾ അറസ്റ്റ് ചെയ്യാൻ ഏൽപ്പിക്കുന്ന സബോർഡിനേറ്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസറോട് ഇത്തരത്തിൽ ഏൽപ്പിക്കുന്ന SHO ആയിട്ടുള്ള അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഒരു റിട്ടേൺ ഓർഡർ ആയിട്ട് അത് സ്പെസിഫൈ ചെയ്തുകൊണ്ട് റിട്ടേൺ ഓർഡർ ആയിട്ട് ഇത്തരത്തിൽ നൽകുകയും കൂടെ വേണം ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വിടുമ്പം എന്നാണ് സെക്ഷൻ 55ന്റെ സബ്സെക്ഷൻ 1 പറയുന്നത്. അപ്പൊ എന്താണ് സാഹചര്യം? ഒരു SHO അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, അവർക്ക് വാറണ്ട് ഇല്ലാണ്ട് ഒരാൾ അറസ്റ്റ് ചെയ്യണം, പക്ഷെ അവരല്ല പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രസൻസിലല്ല അറസ്റ്റ് മേക്ക് ചെയ്യുന്നത് അവരുടെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്, പോലീസ് ഓഫീസറാണ്. അപ്പൊ അങ്ങനെ സബോർഡിനേറ്റിനെ പറഞ്ഞയക്കുന്ന സമയത്ത് ഒരു റിട്ടേൺ ഓർഡർ സബോർഡിനേറ്റിന്റെ കയ്യിൽ കൊടുക്കണം. ആ റിട്ടേൺ ഓർഡറിന്റെ അകത്ത് പ്രതിയെ തിരിച്ചറിയാൻ പറ്റുന്ന പ്രതിയുടെ പേര് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഐഡന്റിഫിക്കേഷൻസ് കൊടുക്കണം. അതുപോലെ തന്നെ ഏത് കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഇയാൾ അറസ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ അവിടെ സ്പെസിഫൈ ചെയ്തിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. തീർന്നില്ല. ഇനി ഇത്തരത്തിലൊരു ആവശ്യം സീനിയർ ആയിട്ടുള്ള SHO ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആയിട്ടുള്ള ഒരാൾ പറയുന്ന സമയത്ത് ആ സബോർഡിനേറ്റ് ആയിട്ടുള്ള അറസ്റ്റ് ചെയ്യാൻ ആക്ച്വലി പോകുന്ന ആ പോലീസ് ഓഫീസറുടെ ഡ്യൂട്ടി എന്താണെന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. ദ സബോർഡിനേറ്റ് ഓഫീസർ സോ റിക്വയർഡ് എന്ന് പറഞ്ഞാൽ റിക്വയർഡ് ടു അറസ്റ്റ് അല്ലെ, ബിഫോർ മേക്കിംഗ് ദ അറസ്റ്റ് ഷാൾ ഇൻഫോം ദ പേഴ്സൺ ടു ബി അറസ്റ്റഡ് ദ സബ്സ്റ്റൻസ് ഓഫ് ദി ഓർഡർ ആൻഡ് ഇഫ് റിക്വയർഡ് ബൈ സച്ച് പേഴ്സൺ ഷാൾ ഷോ ഹിം ദ ഓർഡർ. അപ്പം ഇങ്ങനെ ഇത്തരത്തിൽ സബോർഡിനേറ്റ് ആയിട്ടുള്ള ആള് സീനിയർ ആയിട്ടുള്ള SHOയുടെ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ ആവശ്യപ്രകാരം ഒരു അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വാറണ്ട് ഇല്ലാണ്ട് ഒരു സ്ഥലത്ത് പോയി. അപ്പൊ ആ വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ ആ പ്രതിയായിട്ടുള്ള ആളോട് പറയണം, അതായത് ഈ സബോർഡിനേറ്റ് ഓഫീസർ ഇത്തരത്തിൽ അറസ്റ്റ് മേക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത്, അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയോട് എന്തിനാണ് അയാളെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് ഈ അറസ്റ്റ് ചെയ്യുന്ന സബോർഡിനേറ്റ് ഓഫീസർ പറഞ്ഞിട്ടുണ്ടാവണം. വാറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സീനിയർ കൊടുത്തു വിട്ടിട്ടുള്ള ഒരു റിട്ടേൺ ഓർഡർ കയ്യിലുണ്ട്, അതിന്റെ അകത്തുള്ള കണ്ടന്റ്സ്, അതിന്റെ അകത്തുള്ള സബ്സ്റ്റൻസ് ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയോട് പറഞ്ഞിരിക്കണം. അതായത് ഏത് കേസിലേക്കാണ്, അതൊക്കെയാണല്ലോ ആ ഓർഡറിന്റെ അകത്ത് ഉണ്ടാവുക, ഏത് കേസിലേക്കാണ് അറസ്റ്റ് ചെയ്യുന്നത്, എന്ത് കാരണം കൊണ്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണം. ഇനി അയാൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ സീനിയർ കൊടുത്തിട്ടുള്ള SHO കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കൊടുത്തിട്ടുള്ള ആ ഒരു ഓർഡറിന്റെ കോപ്പി അല്ലെങ്കിൽ അത് ആവശ്യമാണെങ്കിൽ അത് അതൊന്ന് കാണിച്ചും കൂടെ കൊടുക്കണം അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ്
ഈ ആക്ച്വൽ സെൻസിൽ അറസ്റ്റ് മേക്ക് ചെയ്യുന്ന ആള് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സബോർഡിനേറ്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസർ ഇങ്ങനെ ഒരു റിട്ടേൺ ഓർഡർ സീനിയർ ആയിട്ടുള്ള SHO അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ നൽകുമ്പോൾ അവിടെ ചെയ്യേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. ഇനി ഇതേ സെക്ഷന്റെ സബ്സെക്ഷൻ 2 നോക്കാം. സബ്സെക്ഷൻ 2 പറയുന്നത് സബ്സെക്ഷൻ 1 ഡസ് നോട്ട് അഫക്ട് എ പോലീസ് ഓഫീസേഴ്സ് പവർ ടു അറസ്റ്റ് എ പേഴ്സൺ അണ്ടർ സെക്ഷൻ 35 എന്നാണ്. സെക്ഷൻ 35 വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അപ്പോൾ ഇത്തരത്തിൽ സെക്ഷൻ 55 പ്രകാരം ഒരാളെ സബോർഡിനേറ്റിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിട്ടാലും അയാൾ വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം സെക്ഷൻ 35 പ്രകാരം മറ്റ് പോലീസ് ഓഫീസർക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സെക്ഷൻ 55ന്റെ സബ്സെക്ഷൻ 1 പറഞ്ഞത് പ്രകാരം സീനിയർ ആയിട്ടുള്ള ഓഫീസറുടെ നിർദ്ദേശപ്രകാരം സബോർഡിനേറ്റ് ആയിട്ടുള്ള ഓഫീസർ അറസ്റ്റ് മേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇനി ഇത് ഇല്ല എന്നുണ്ടെങ്കിലും ഈ പറയുന്ന സെക്ഷൻ 35 പ്രകാരം ഒരു പോലീസ് ഓഫീസർക്ക് വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതൊരിക്കലും ഈ സെക്ഷൻ 55 എന്ന് പറയുന്ന അധികാരം ഉണ്ട് എന്നതുകൊണ്ട് ഇല്ലാണ്ടാവുന്നില്ല എന്നും കൂടെ അവിടെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സെക്ഷൻ 35 ഓൾറെഡി വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാനൊക്കെയുള്ള അധികാരം പോലീസിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്ഷൻ 55 വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ സീനിയർ ആയിട്ടുള്ള ആള് സബോർഡിനേറ്റ് ആയിട്ടുള്ള ആളെ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടും കോൺഫ്ലിക്റ്റിംഗ് ഒന്നും അല്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ സെക്ഷൻ 55. ഇനി സെക്ഷൻ 56 എന്താ പറയുന്നത്? ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് ദി അറസ്റ്റഡ് പേഴ്സൺ ആണ്. ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് സെക്ഷൻ 56 പറയുന്നത്. അതായത് ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി അയാൾ കസ്റ്റഡിയിലാവുന്ന സമയത്ത് അയാളുടെ കസ്റ്റോഡിയൻ ആരാണ്, അല്ലെങ്കിൽ അയാളുടെ കസ്റ്റഡിയുടെ ചുമതല ഏത് പോലീസിനാണ്, ഏത് ഉദ്യോഗസ്ഥനാണെന്ന് വെച്ചാൽ അയാളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്തമാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ, അക്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തിയുടെ ഹെൽത്ത് അതുപോലെ അയാളുടെ സേഫ്റ്റി എന്നുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അതായത് ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് ദ പേഴ്സൺ ഹാവിംഗ് ദ കസ്റ്റഡി ഓഫ് ദ അക്യൂസ്ഡ് ടു ടേക്ക് റീസണബിൾ കെയർ ഓഫ് ദി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് ദ അക്യൂസ്ഡ്. അപ്പൊ അക്യൂസിന് കസ്റ്റഡിയിൽ ഒന്നും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ അയാൾ സേഫ് ആണ് അവിടെ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ അയാൾക്ക് ആരോഗ്യമുണ്ട്, അയാൾ നേരത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം, കസ്റ്റഡിയുടെ ഉത്തരവാദിത്തം ആർക്കാണോ ആ ഉദ്യോഗസ്ഥനായിരിക്കും. ഇത്തരത്തിൽ ഈ പ്രതി ഇതെല്ലാം ചെയ്യുന്നുണ്ട്, അയാൾക്ക് പ്രശ്നമൊന്നുമില്ല, അയാൾ സേഫ് ആണ്, അയാളുടെ ഹെൽത്ത് സേഫ് ആണ് എന്നുള്ള കാര്യം ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്, സെക്ഷൻ 56 പറയുന്നത്. ഇനി നമുക്ക് സെക്ഷൻ 57 നോക്കാം. സെക്ഷൻ 57 പറയുന്നത് പേഴ്സൺ അറസ്റ്റഡ് ടു ബി ടേക്കൺ ബിഫോർ മജിസ്ട്രേറ്റ് ഓർ ഓഫീസർ ഇൻചാർജ് ഓഫ് ദ പോലീസ് സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ അറസ്റ്റ് ചെയ്ത ഉടനെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷന്റെ ഇൻചാർജ് ആയിട്ടുള്ള പോലീസ് ഓഫീസറുടെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. സെക്ഷൻ 57 പറയുന്നത് when a police officer making an arrest without warrant, ഒരു വാറണ്ട് ഇല്ലാണ്ട് ഒരു പോലീസ് ഓഫീസർ ഒരാളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ, വാറണ്ട് ഇല്ലാണ്ട് ഒരു പോലീസ് ഓഫീസർ ഒരാളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ, ഇവിടെയൊക്കെ നമ്മൾ ഓർക്കണം വാറണ്ട് ഇല്ലാണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷൻ 35 ആണ്. നമ്മൾ അതിൽ വിശദമായിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് വാച്ച് ദാറ്റ്. അപ്പൊ ഇവിടെ പറയുന്നത് പോലീസ് ഓഫീസർ വാറണ്ട് ഇല്ലാണ്ട് ഒരാൾ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തില് ആ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണം? വിത്തൗട്ട് അൺനെസസറി ഡിലേ, സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദ ബെയിൽ, take or send the arrested person to magistrate having jurisdiction or before the officer in charge of the police station. അപ്പോൾ ഒരാളെ ഒരു വാറണ്ട് ഇല്ലാണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത ഉടനെ വിത്തൗട്ട് അൺനെസസറി ഡിലേ, ആവശ്യമില്ലാത്ത ഡിലേ ഒന്നും വരുത്താണ്ട് ബെയിലിന്റെ പ്രൊവിഷൻസിനനുസരിച്ച് അയാളെ, ഇപ്പം ബെയിലിന്റെ പ്രൊവിഷൻസിനനുസരിച്ച് എന്ന് പറയാൻ കാര്യം, ബെയിലബിൾ ആയിട്ടുള്ള കുറ്റകൃത്യമാണ് ചെയ്തതെങ്കിൽ അയാളെ SHOന്റെ മുമ്പിൽ ഹാജരാക്കിയാൽ മതിയാവും. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഓഫീസറിന്റെ മുമ്പിൽ ഹാജരാക്കി കഴിഞ്ഞാൽ സാധാരണഗതിയിലാണെങ്കിൽ അയാൾക്ക് അവിടുന്ന് ബെയിൽ എടുത്ത് പോകാവുന്നതാണ്, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ. പക്ഷെ നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണെങ്കിൽ അയാളെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് മജിസ്ട്രേറ്റിന്റെ മുമ്പിലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് ബെയിൽ എന്ന് പറഞ്ഞാൽ ബെയിൽ കിട്ടുന്നതും കിട്ടാത്തതും കണക്കാക്കിയിട്ടാണ് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കപ്പെടുന്നത്. അപ്പം ഒരു വാറണ്ട് ഇല്ലാണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ ഡിലേ ഇല്ലാണ്ട് തന്നെ മജിസ്ട്രേറ്റിന്റെ മുമ്പിലോ അല്ല എന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ ഇൻചാർജ് ആയിട്ടുള്ള ഓഫീസറിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ SHOയുടെ മുമ്പിൽ, സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ നോൺ ബെയിലബിൾ ആയിട്ടുള്ള കേസൊക്കെ ആണെങ്കിൽ കോടതിയിലായിരിക്കും, മജിസ്ട്രേറ്റിന്റെ മുമ്പിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ബെയിലബിൾ ആയിട്ടുള്ള കേസാണെങ്കിൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യണം നിർബന്ധമില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബെയിൽ കൊടുക്കാൻ അധികാരം ഉള്ളതാണെങ്കിൽ പോലീസ് സ്റ്റേഷന് ബെയിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതിനാണ് മജിസ്ട്രേറ്റിന്റെ മുമ്പിലോ അല്ലെങ്കിൽ എവിടെ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയുന്നു? ഓഫീസർ ഇൻചാർജ് ഓഫ് ദ പോലീസ് സ്റ്റേഷൻ. അപ്പൊ എന്തായാലും
അറസ്റ്റ് ചെയ്ത ആളെ ഇതിൽ രണ്ടിൽ ആരെങ്കിലും മുമ്പിൽ നിർബന്ധമായിട്ടും ഉടനെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? അറസ്റ്റ് മേക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥനുണ്ട്. എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുന്നത്? വിത്തൗട്ട് വാറണ്ട് ഇല്ലാണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ സെക്ഷൻ 57. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇനി നമ്മൾ സെക്ഷൻ 58 എന്താ പറയുന്നത്? സെക്ഷൻ 58 പറയുന്നത് പേഴ്സൺ അറസ്റ്റഡ് നോട്ട് ടു ബി ഡീറ്റെയിൻഡ് മോർ ദാൻ 24 അവേഴ്സ് എന്നാണ്. ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി പോലീസ് കസ്റ്റഡിയിൽ 24 മണിക്കൂറിൽ കൂടുതൽ കഴിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വാറണ്ട് ഇല്ലാണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 അവേഴ്സിൽ കൂടുതൽ കസ്റ്റഡിയിൽ വെക്കാൻ പാടില്ല. അതിന് മുമ്പേ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം എന്നാണ് പറയുന്നത്. നോ പോലീസ് ഓഫീസർ ഷാൽ ഡീറ്റെയിൻ ഇൻ കസ്റ്റഡി എ പേഴ്സൺ അറസ്റ്റഡ് വിത്തൗട്ട് വാറണ്ട് ഫോർ മോർ ദാൻ എ റീസണബിൾ ടൈം എന്ന് പറഞ്ഞാൽ ഒരു റീസണബിൾ ടൈമിൽ കൂടുതൽ ഒരിക്കലും പോലീസ് കസ്റ്റഡി വെക്കാൻ പറ്റില്ല. അതിന്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ ആൻഡ് ഇൻ എനി കേസ് നോട്ട് ബിയോണ്ട് 24 അവേഴ്സ്, മാക്സിമം 24 അവേഴ്സ്, അതിൽ കൂടുതൽ ഒരു സമയവും കസ്റ്റഡി വെക്കാൻ പറ്റില്ല. എക്സ്ക്ലൂഡിംഗ് ദ ട്രാവൽ ടൈം ടു ദ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് അറസ്റ്റ് ചെയ്യുന്ന സ്ഥലവും പ്ലേസ് ഓഫ് അറസ്റ്റും അതുപോലെ മജിസ്ട്രേറ്റിന്റെ സ്ഥലവും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ, നല്ല ദൂരം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ആ ട്രാവൽ ചെയ്യാനുള്ള സമയം ഒഴിവാക്കി കൊടുക്കാം, എക്സ്ക്ലൂഡ് ചെയ്ത് കൊടുക്കാം എന്നും കൂടെ പറയുന്നുണ്ട്. അല്ലാത്ത പക്ഷം വിത്തിൻ നോ പീരീഡ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന്, എത്ര പെട്ടെന്നാണോ എത്തിക്കാൻ പറ്റുന്നത് അത്രയും പെട്ടെന്ന്, മാക്സിമം 24 അവേഴ്സിന്റെ ഉള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. അൺലെസ് എ മജിസ്ട്രേറ്റ് ഗിവ്സ് എ സ്പെഷ്യൽ ഓർഡർ ഉണ്ട് സെക്ഷൻ 187 പ്രകാരം, സെക്ഷൻ 187 BNSS പ്രകാരം മജിസ്ട്രേറ്റിന്റെ അല്ലാത്തൊരു സ്പെഷ്യൽ ഓർഡർ ഉണ്ട്. അങ്ങനെ ഹാജരാക്കുന്നതിലേക്ക് ആവശ്യമില്ലാത്ത ഒരു സ്പെഷ്യൽ ഓർഡർ ഉണ്ട്, ഹാജരാക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഹാജരാക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഇല്ലാത്ത ഘട്ടത്തിൽ നോർമലി തീർച്ചയായിട്ടും വിത്തിൻ 24 അവേഴ്സ് മജിസ്ട്രേറ്റിന് മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് സെക്ഷൻ 58 പറയുന്നത്. അപ്പൊ പോലീസിന് ഒരാളെ കസ്റ്റഡിയിൽ വെക്കാൻ പറ്റുന്ന മാക്സിമം ഒരു ടൈം എന്ന് പറഞ്ഞാൽ 24 അവേഴ്സ് ആണെന്നാണ് സെക്ഷൻ 58 പറയുന്നത്. ഇത് നമ്മുടെ ഭരണഘടനയ്ക്കകത്തും ആർട്ടിക്കിൾ 22ന്റെ അതൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. സെക്ഷൻ 59 പറയുന്നത് അറസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പോലീസ് ടു റിപ്പോർട്ട് അപ്രിഹെൻഷൻസ്. അപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ആണ്. പോലീസ് അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സെക്ഷൻ, റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 59. ഇവിടെ പറയുന്നത് ഓഫീസർ ഇൻചാർജ് ഓഫ് എ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ SHO. അപ്പൊ ഒരു പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഒരു ഓഫീസർ ഷാൾ റിപ്പോർട്ട് ടു ദ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓർ ഇഫ് ഹി ഡയറക്ട്സ് ടു ദ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ദ കേസസ് ഓഫ് ഓൾ പേഴ്സൺ അറസ്റ്റഡ് വിത്തൗട്ട് എ വാറന്റ് ഇൻ ഹിസ് സ്റ്റേഷൻ ലിമിറ്റ്സ് വെദർ ദേ ആർ റിലീസ്ഡ് ഓൺ ബെയിൽ ഓർ നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഒരു പോലീസ് ഓഫീസർ, ഒരു SHO, അയാള് തീർച്ചയായിട്ടും അയാളെ സ്റ്റേഷൻ ലിമിറ്റിന്റെ അകത്ത് നടക്കുന്ന എല്ലാ അറസ്റ്റ് വിവരങ്ങളും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനും അതുപോലെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനും കൈമാറണം അതിന്റെ റിപ്പോർട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഒരു സ്റ്റേഷന്റെ ചുമതലയുള്ള ഒരു പോലീസ് ഓഫീസർ അയാളുടെ സ്റ്റേഷൻ പരിധിക്കകത്ത് വാറണ്ട് ഇല്ലാണ്ട് ആരെങ്കിലും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള അറസ്റ്റ് നടത്തിയിട്ടുള്ള എല്ലാ കേസുകളുടെയും വിവരങ്ങൾ അവിടുത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനും ഒരു റിപ്പോർട്ട് രൂപത്തിലാക്കിയിട്ട് നിർബന്ധമായിട്ടും ഫോർവേഡ് ചെയ്യണം എന്നാണ് സെക്ഷൻ 59 പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഓരോ പോലീസ് സ്റ്റേഷന്റെ അകത്തും വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ വിവരം, അവരെ ജാമ്യത്തിൽ വിട്ടോ ഇല്ലേ എന്നുള്ള വിവരവും അതാത് ജില്ലയ്ക്കകത്തുള്ള ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ കയ്യിൽ അല്ലെങ്കിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ കയ്യിലും ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ ഇത്രയേ ഉള്ളൂ സെക്ഷൻ 59. നമുക്ക് സെക്ഷൻ 60ലേക്ക് പോകാം. ഇനി സെക്ഷൻ 60 നോക്കാം. 60 പറയുന്നത് ഡിസ്ചാർജ് ഓഫ് പേഴ്സൺ അപ്രിഹെൻഡഡ് ആണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെ ഡിസ്ചാർജ് ചെയ്യുന്നതിനെ കുറിച്ചാണ്, എന്ന് പറഞ്ഞാൽ അവരെ റിലീസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 60 പറയുന്നത്. No person who has been arrested by a police officer shall be discharged except on his bond or bail bond or under special order of a magistrate. ഏതൊരു അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയും അയാളെ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ, അയാളെ അറസ്റ്റിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അയാളെ റിലീസ് ചെയ്ത് പോലീസ് വിടണം എന്നുണ്ടെങ്കിൽ അയാൾ ഒന്നുകിൽ അയാളുടെ സ്വന്തം ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കണം, ബെയിൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ ഒരു സ്പെഷ്യൽ ഓർഡർ ഉണ്ടായിരിക്കണം. ഈ 3 സാഹചര്യങ്ങളിൽ മാത്രമേ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ പിന്നെ ഒരാളെ റിലീസ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ എന്നാണ് സെക്ഷൻ 60 പറയുന്നത്. അപ്പം ഒരു പേഴ്സണെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാളെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് റിലീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അയാളെ സ്വന്തം ബോണ്ടിൽ അല്ലെങ്കിൽ ബെയിൽ ബോണ്ടിന്റെ അകത്ത് ജാമ്യക്കാരെ വെച്ചിട്ട്, അല്ല എന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിന്റെ സ്പെഷ്യൽ ഓർഡർ ഉണ്ടാവണം. ഈ 3 സാഹചര്യങ്ങളിൽ മാത്രമേ ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അപ്രിഹെൻഷൻ നടത്തിക്കഴിഞ്ഞാൽ, അപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ആണ്, അപ്രിഹെൻഷൻ നടത്തിക്കഴിഞ്ഞാൽ പിന്നെ റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്നാണ് സെക്ഷൻ 60 പറയുന്നത്. ഇനി 61 നോക്കാം. നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ള അവസാനത്തെ സെക്ഷനാണ് സെക്ഷൻ 61.
അപ്പൊ നമ്മൾ ഈ ഒരു മൊഡ്യൂൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കാനിരിക്കുകയാണ്. സെക്ഷൻ 61ലേക്ക് പോകാം. ഇനി സെക്ഷൻ 61 പറയുന്നത് എന്താ നോക്കാം. സെക്ഷൻ 61 പറയുന്നത് പവർ ഓൺ എസ്കേപ്പ് ടു പെർസ്യൂ ആൻഡ് റീടേക്ക് എന്നുള്ളൊരു കാര്യമാണ്. അതായത് കസ്റ്റഡിയിലുള്ള ഒരാൾ അക്യൂസ്ഡ് ഓടി പോവുകയാണെങ്കിൽ, എസ്കേപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ അയാളെ പിന്തുടരാനും അതുപോലെ അയാളെ തിരികെ കൊണ്ടുവരാനുള്ള അധികാരത്തെ കുറിച്ചാണ് സെക്ഷൻ 61 പറയുന്നത്. അപ്പൊ കഴിഞ്ഞിടക്ക് നമ്മൾ സൗമ്യ വധക്കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഗോവിന്ദച്ചാമി ജയിലിൽ ചാടി പോയ വാർത്തയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇത് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയുടെ കാര്യമാണ്, അത് കൺവിക്റ്റ് ആണ്, എന്നാലും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തി കസ്റ്റഡിയിൽ നിന്ന് ചാടി പോവുകയാണെങ്കിൽ, അയാൾ ഓടിപ്പോവുകയാണെങ്കിൽ, എസ്കേപ്പ് ആയി പോവുകയാണെങ്കിൽ അയാളെ അന്വേഷിക്കാനും അയാളെ തിരിച്ച് കസ്റ്റഡിയിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള അധികാരത്തെക്കുറിച്ചാണ് ഈ സെക്ഷൻ 61 പറയുന്നത്. സബ്സെക്ഷൻ 1 നോക്കുകയാണെങ്കിൽ സബ്സെക്ഷൻ 1 പറയുന്നത് ഇഫ് എ പേഴ്സൺ ഇൻ ലോഫുൾ കസ്റ്റഡി എസ്കേപ്സ് ഓർ ഈസ് റെസ്ക്യൂഡ് എന്ന് പറഞ്ഞാൽ കസ്റ്റഡിയിലുള്ള ഒരാൾ, ഒരു പ്രതി, അയാൾ രക്ഷപ്പെട്ട് ഓടി അല്ലെന്നുണ്ടെങ്കിൽ അയാൾ അത്തരത്തിൽ പോയി എന്നുണ്ടെങ്കിൽ ദ പേഴ്സൺ ഫ്രം വൂസ് കസ്റ്റഡി ഈ എസ്കേപ്ഡ് ഓർ വാസ് റെസ്ക്യൂഡ് ക്യാൻ ഇമീഡിയറ്റ്ലി പെർസ്യൂ ആൻഡ് അറസ്റ്റ് ഹിം എനിവേർ ഇൻ ഇന്ത്യ എന്നുള്ള പറയുന്നത്. അത്തരത്തിൽ ആരുടെ കസ്റ്റഡിയിൽ നിന്നാണോ ഇത്തരത്തിൽ ഒരു പ്രതി ഓടിപ്പോകുന്നത്, ആരിൽ നിന്നാണോ റെസ്ക്യൂ ചെയ്യപ്പെട്ടു പോകുന്നത്, ആ ഉദ്യോഗസ്ഥന് ഇന്ത്യയിൽ എവിടെ വേണേലും പോയി അയാളെ പെർസ്യൂ ചെയ്ത് പോയിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത് തിരികെ കൊണ്ടുവരാനുള്ള അധികാരമുണ്ട് എന്നാണ് സെക്ഷൻ 61ന്റെ സബ്സെക്ഷൻ 1 പറയുന്നത്. അപ്പൊ ആരുടെ നിയമപരമായിട്ടുള്ള കസ്റ്റഡിയിൽ നിന്നാണ് പ്രതി ചാടിപ്പോയത്, പ്രതി ഓടിപ്പോയത് എന്നുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അയാളുടെ ഉത്തരവാദിത്തമാണ്, അയാൾക്ക് എന്ത് ഉത്തരവാദിത്തം ഉണ്ട്, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും, ഇന്ത്യക്കകത്ത് ഏത് സ്ഥലത്ത് പോയിട്ട് വേണമെങ്കിലും ഈ ഇത്തരത്തിൽ ഓടിപ്പോയിട്ടുള്ള ഈ പ്രതിയെ തേടി പോകാൻ വേണ്ടിയും അതുപോലെ തന്നെ അയാളെ പിടിച്ച് തിരികെ കസ്റ്റഡിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അധികാരമുണ്ട് എന്നാണ് ഈ സബ്സെക്ഷൻ 1 പറയുന്നത്. ഇനി 2 പറയുന്നത് നോക്കാം. അപ്പൊ ഇത്തരത്തിലൊരു പ്രതി ഓടി പോകുന്നയൊക്കെ സാഹചര്യത്തിൽ നമ്മൾ സെക്ഷൻ 44ൽ പഠിച്ചത് പ്രകാരം ആ പ്രതി ഉണ്ട് എന്ന് സംശയിക്കുന്ന ഒരു പ്ലേസ്, ഒരു വീട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്ലേസിൽ എൻട്രി ചെയ്യാനും അവിടെ സെർച്ച് നടത്താനും ഒക്കെ ഉള്ള അധികാരം ഉണ്ട് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ 44 ഉണ്ടല്ലോ, അതേ കാര്യം ഇവിടെയും ഈ സെക്ഷൻ 61ന്റെ സബ്സെക്ഷൻ പറയുന്ന കാര്യത്തിലും അപ്ലിക്കബിൾ ആയിരിക്കും എന്നാണ് സബ്സെക്ഷൻ 2ൽ പറയുന്നത്. അതായത് ഒരു പ്രതി ഓടിപ്പോയി അയാൾ ഒരു വീടിന്റെ അകത്തോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്ലേസിലോ അയാൾ ഉണ്ട് എന്ന് ഈ അന്വേഷിച്ചു പോകുന്ന ഉദ്യോഗസ്ഥന് അറിയുന്നുണ്ടെങ്കിൽ ആ പ്ലേസ് സെർച്ച് ചെയ്യാനും അവിടെ നിന്ന് ആവശ്യമാണെങ്കിൽ അവിടെ നെസസറി ആയിട്ടുള്ള ഫോഴ്സ് ഉപയോഗിച്ച് അവിടെ ബ്രേക്ക് ഓപ്പൺ നടത്താനും അവിടെ സെർച്ച് ചെയ്ത് അയാളെ പിടിച്ചുകൊണ്ട് വരാനും ഒക്കെ ഉള്ള അധികാരം ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ കസ്റ്റഡിയിൽ നിന്ന് ഓടിപ്പോയിട്ടുള്ള പ്രതിയെ പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി പോകുന്ന ഉദ്യോഗസ്ഥന്റെ കയ്യിൽ അറസ്റ്റ് വാറണ്ട് ഇല്ലെങ്കിലും അല്ലെങ്കിൽ സെർച്ച് വാറണ്ട് ഇല്ലെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിൽ അയാൾക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അതോറിറ്റി ഇല്ലെങ്കിലും എല്ലാം അയാൾക്ക് ഈ ഇത്തരത്തിൽ സെക്ഷൻ 44ഉം കൂടെ ഉപയോഗിച്ചിട്ട് അയാളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നാണ് ഇവിടെ സബ്സെക്ഷൻ 2ന്റെ അകത്ത് പറയുന്നത്. അപ്പൊ നമ്മൾ സെക്ഷൻ 61ൽ പറഞ്ഞത് ഇത്തരത്തിൽ ലോഫുൾ കസ്റ്റഡിയിൽ നിന്നും ഒരു അറസ്റ്റഡ് പേഴ്സൺ ഇങ്ങനെ റെസ്ക്യൂ ആയി അല്ലെങ്കിൽ ഇത്തരത്തിൽ എസ്കേപ്പ് ആയി പോയി കഴിഞ്ഞാൽ അയാളെ തിരികെ കൊണ്ടുവരാനുള്ള അധികാരത്തെ കുറിച്ചാണ് സെക്ഷൻ 61ന്റെ സബ്സെക്ഷൻ 1ൽ ഡീൽ ചെയ്തത്. സബ്സെക്ഷൻ 2ൽ പറഞ്ഞത് സെക്ഷൻ 44ൽ പറഞ്ഞത് പ്രകാരം അയാളുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പ്ലേസ് സെർച്ച് ചെയ്യാനും ഒക്കെ ഉള്ള അധികാരം ഇത്തരത്തിൽ അയാളെ തേടി പോകുന്ന ഉദ്യോഗസ്ഥന് ഉണ്ടാവും എന്നുള്ള കാര്യമാണ്. ഇത്തരത്തിൽ ഇന്ത്യയിൽ ഉടനീളം അയാളെ അന്വേഷിച്ചു പോവാനും അയാളെ ഇന്ത്യയിൽ എവിടെ വെച്ച് വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള അധികാരം ആ ഉദ്യോഗസ്ഥന് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ ആരുടെ ലോഫുൾ കസ്റ്റഡിയിൽ നിന്നാണോ ഇത്തരത്തിൽ പ്രതി ചാടി പോകുന്നത് അയാൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പ്രതിയെ പിടിക്കാൻ വേണ്ടി പോകാനുള്ള അധികാരമുണ്ട് എന്നാണ് ഈ സെക്ഷന്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി സെർച്ച് നടത്താൻ വേണ്ടി പറ്റും, ബ്രേക്ക് ഓപ്പൺ നടത്താൻ വരെ പറ്റും എന്നാണ് നമ്മൾ പറയുന്നത്. ആ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അയാളുടെ കയ്യിൽ വാറണ്ട് ഉണ്ടാവണം എന്നില്ല, അല്ലെങ്കിൽ അയാൾക്ക് അറസ്റ്റ് മേക്ക് ചെയ്യാനുള്ള അതോറിറ്റി പോലും ഇല്ലെങ്കിലും അത്തരത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് സെക്ഷൻ 61 പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ അറസ്റ്റ് ഓഫ് പേഴ്സൺസ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സെക്ഷൻ 35 മുതൽ സെക്ഷൻ 61 വരെയായിരുന്നു നമുക്ക് ഈ ഒരു മൊഡ്യൂളിന്റെ അകത്ത് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിലൂടെ ആയിട്ടാണ് ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ക്ലാസ്സുകൾ സ്കിപ്പ് ആയിട്ടുണ്ടെങ്കിൽ, മിസ് ആയിട്ടുണ്ടെങ്കിൽ അത് പ്ലീസ് ഗോ ആൻഡ് വാച്ച്. അപ്പൊ നമുക്ക് മറ്റൊരു മൊഡ്യൂളിൽ വീണ്ടും കാണാം. അപ്പൊ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.